I can do this. I can do this. Go. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകത ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ്. ഞാൻ നിൽക്കുന്ന വീട്ടിൽ ആക്ച്വലി 4 പേരാണ്, ഞാനടക്കം 4 പേരാണുള്ളത്. ആൻഡ് വളരെ റെയറായിട്ടാണ് ആരും വീട്ടിലില്ലാത്തൊരു സിറ്റുവേഷൻ വരുള്ളൂ. അപ്പോൾ ബിക്കോസ് എപ്പോഴും ഒരാളുണ്ടാവും, 1-2 പേരുണ്ടാവും. ആൻഡ് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ. ആൻഡ് അതെപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ആൻഡ് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ അവരൊക്കെ മിസ് ചെയ്യുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. ഭയങ്കര ബോറടിയാണ് എനിക്ക്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് സത്യമാണ്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. സോ ഐ തോട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാം, നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊരു വീട്ടിലിരിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇത് ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ ചെയ്യുന്ന റാൻഡം കാര്യങ്ങൾ വെറുതെ എന്തൊക്കെയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ആൻഡ് അപ്പം ഞാൻ നിൽക്കുന്ന വീടെന്ന് പറയുന്നത് ഏകദേശം 100-150 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു 3 ഫ്ലോർ ഹൗസാണ്. ഞാൻ നിൽക്കുന്നത് നടുഭാഗത്തായിട്ടാണ്. പക്ഷേ മുകളിലും താഴെയൊന്നും ആരും നിൽക്കുന്നൊന്നുമില്ല. ഞാനെന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ? താഴെ നമുക്ക് ബേസ്മെൻ്റ് ആണ്. ഈ കോൺജറിങ്ങിലൊക്കെ കാണുന്നൊരു ബേസ്മെൻ്റ് ഉണ്ടല്ലോ, അത് തന്നെ. ഓക്കെ ഓക്കെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എടി നീ എന്താ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ എടുക്കാത്തേ, നീ എന്താ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തേ, ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ പുറത്ത് പോവാത്തേ എന്നൊക്കെ ചോദിക്കുന്ന എൻ്റെ സ്നേഹനിധിയായ കൂട്ടുകാർ, ഇവരെല്ലാവർക്കും ഒരുമിച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതിൽ നല്ലത് ഒരു വീഡിയോ എടുത്തിട്ട് അതിൽ കാര്യങ്ങൾ പറയുന്നതായിരിക്കും എന്ന് തോന്നി. സോ ദിസ് ഇസ് ഫോർ യു ഗൈസ്. ആക്ച്വലി കാണിച്ചു തരാം. എൻ്റെ ജനാല തുറന്നാലുള്ള കാഴ്ച ഇതാണ്. അതെ ഇതാണ് എൻ്റെ ജനാല തുറന്നാലുള്ള കാഴ്ച. നിങ്ങൾ പറയൂ, ഞാൻ എങ്ങനെ പുറത്തു പോകും? നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ നമുക്ക് സ്കൂളുകൾക്ക് ലീവ് കൊടുക്കുമല്ലോ, അതേപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷേ എക്സ്ട്രീം സ്നോഫാൾ കാരണമല്ല ഇവിടെ ലീവ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഇപ്പോൾ നിലത്ത് ഓൾറെഡി മഞ്ഞുണ്ട്, അതിൻ്റെ കൂടെ ഇപ്പോൾ മഴയും പെയ്യാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഇൻ കേസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആരെങ്കിലും നടന്നു പോകുമ്പോൾ ഈ ഒരു മഞ്ഞിൽ തെന്നി വീഴോ, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരുമോ, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ, ലൈക്ക് ഇഫ് സംതിങ് ഹാപ്പൻസ്, അവരുടെ ചിലവുകൾ, അതായത് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, അവരുടെ ഹോസ്പിറ്റൽ ചിലവ് തൊട്ട് അവർ വീട്ടിലെത്തുന്ന വരെയുള്ള ചിലവുകൾ നമ്മുടെ തലയിലിരിക്കും. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. അപ്പോൾ
ഇന്ന് വീട്ടിൽ ഞാനാണ് ഒറ്റയ്ക്കുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്കാണ് വരിക. അതുകൊണ്ട് ഞാനിത് ചെയ്യണം. സോ നമുക്കത് ചെയ്യാം. അപ്പോൾ ജാക്കറ്റൊക്കെ എടുത്തിട്ടു നമുക്ക് തൂമ്പെടുത്ത് നമുക്ക് പോയി മഞ്ഞ് കോരാം. എന്നെ കൊണ്ട് പറ്റൂല. ഐ കാൻ ഡു ദിസ്. എന്നാണ് പറയുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേ നമ്മൾ പറമ്പിലൊക്കെ ഒന്ന് കിളച്ച് പരിശീലിക്കുന്ന ഒന്നായിരിക്കും. ഇവിടെ വരുമ്പോൾ B2 സർട്ടിഫിക്കറ്റിനൊപ്പം വേണ്ടതാണ് നല്ല ആരോഗ്യം. ഞാൻ അത്യാവശ്യം ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം, നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഉപ്പും വെതറി ഇടേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ സയൻസ് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, അറിയാവുന്നവർ പറഞ്ഞു തരും. പിന്നെ നമ്മൾ തുണി വിരിച്ചിടണം ഗൈസ്. അതിന് നമ്മൾ ബേസ്മെൻറ്റിൽ പോകണം. ഐ ക്യാൻ ഡു ദിസ് അലോൺ. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വീടിൻ്റെ ബേസ്മെൻറ്റ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓർത്തതേ, നമുക്ക് തുണിയൊക്കെ വേറൊരു ദിവസം അലക്കി വിരിച്ചിടാം. നമുക്ക് ഡാർട്സ് പീൽ കളിക്കാം. ഇതാണ് ഡാർട്സ് പീലിൻ്റെ, ഇതിൻ്റെ പേരാണെന്ന് തോന്നുന്നു കേട്ടോ, ഡാർട്ട്. ഇതാണോ ഡാർട്ട്? ഇതാണ് സാധനം. ഇതെടുത്തിട്ട് നമ്മൾ അതിന് പ്ലഗ് ഊതണം. എനിക്ക് വയ്യ. കാണാറുണ്ട്, അതിൽ എപ്പോഴും ആപ്പിൾ ഇരിക്കാറുണ്ട്. അതൊരു പള്ളിയുടെ വകയുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ആപ്പിളൊക്കെ പറിച്ചു തിന്നാം. പക്ഷെ ഇന്ന് രാവിലെ നോക്കുമ്പോഴാണ് ഇത്രയും മഞ്ഞിപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത്. അൺപ്രഡിക്റ്റബിൾ ആണ് ഗൈസ്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ചിലപ്പോൾ ആപ്പിൾ ഉണ്ടെങ്കിലോ, ഉണ്ടാവില്ല. എന്നാലും നോക്കാം.
ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന സാധനം കോളിഫ്ലവർ. കോളിഫ്ലവർ ഉണ്ടാക്കുന്ന നോക്കി, പക്ഷെ എനിക്ക് റെസിപ്പി അറിയില്ല. സോ നമുക്ക് യൂട്യൂബിലൊക്കെ ചെയ്യാം. ഓക്കെ, എന്താണ് പോണില്ലേ?